ഹായ് ഗായ്സ്. ഈ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലുള്ള തുരുതുര അതുവരെ ചിലപ്പോൾ അത്ര ആക്റ്റീവ് അല്ലാത്തൊരു ഭയങ്കര ആക്റ്റീവ് ആവുകയും ഭയങ്കര ബോൾഡ് സ്ട്രോങ് ആയിട്ടുള്ള എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ആക്ച്വലി ഇവനാണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആൾക്ക്. പേര് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഉള്ള പരിപാടിയാണ് ഈ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വേറെ ഫേക്ക് അക്കൗണ്ട് വഴി കയറി ഇവരെ സ്റ്റോക്ക് ചെയ്യുക, ഇവരുടെ അപ്ഡേറ്റ്സ് അറിയുക. ഓക്കെ, അവർ ഇന്ന ആളുടെ സ്റ്റോറി അല്ലെങ്കിൽ അവർ ഇന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവർ ഓക്കെ ഇവരുടെ ഇപ്പം എത്ര ഉണ്ടായുള്ളൂ എന്നൊക്കെ ഈ സാധനത്തെ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് എന്നാൽ പോട്ടെ, നിങ്ങൾക്ക് അത് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ കീപ്പ് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്യുക. അത് കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിട്ടുകളയാം. നമ്മുടെ മെന്റൽ ഹെൽത്തിനെ തകർക്കുന്ന തരത്തിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ സംഭവങ്ങളെയോ ഒന്നും നമ്മൾ തലയിലേറ്റി വെക്കാതിരിക്കുക. എൻ്റെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നമുക്ക് എന്താണോ നമ്മുടെ ലൈഫിന് നല്ലത്, നമ്മുടെ മനസ്സമാധാനത്തിന് നല്ലത്, നമുക്ക് വിധിച്ചേക്കുന്നത് ആരാണോ, അതെങ്ങനെയൊക്കെ ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നാച്ചുറലി നമ്മുടെ അടുത്തോട്ടേക്ക് അത് വരും. നമുക്കൊരിക്കലും ഒരു ബന്ധത്തെ നമുക്ക് ഫോഴ്സ് ചെയ്ത് പിടിച്ചെടുത്താനായിട്ട് പറ്റില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. നമ്മളെപ്പോഴും നമ്മളിലാണ് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ പീസിനെയാണ് വാല്യൂ ചെയ്യേണ്ടത്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ പീസ് തന്നെയല്ലേ പ്രധാനം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഓടി നടക്കും. നമ്മൾ സ്വയം നമ്മൾ ഓക്കെ ആണോ, നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് സംരക്ഷിക്കാനായിട്ട് നമ്മൾ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക ടൈം. ആ സ്കില്ലിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയ ഒരു ആളെ കുറിച്ച്, നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു പോയ ഒരാളെ കുറിച്ച് നമ്മൾ പിന്നെ ആലോചിക്കേണ്ട കാര്യമുണ്ട്. അവരെന്തോ ആയിക്കോട്ടെ, നമ്മൾ അവരെ കുറിച്ച് പിന്നെ നമ്മൾ അവരെ മോശവും പറയണ്ട, നല്ലതും പറയണ്ട. നിങ്ങളുടെ കാര്യം നോക്കി പോവാ, അവർ ജീവിച്ചോളും. നമ്മൾ ആരിലോട്ടും ചുരുങ്ങി പോരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നമ്മൾ ഇവോൾവ് ചെയ്യുക, നമ്മൾ നല്ല ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ ഇത് നാച്ചുറലി സംഭവിക്കേണ്ടതാണ്. ഒരെണ്ണത്തിനെ നമ്മൾ ഓർഗാനിക്കലി ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലൊക്കെ വെച്ച് ഇങ്ങനെ കയ്യിൽ നിന്ന് പോവും. നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടി വരും എപ്പോഴും.